നമസ്കാരം. ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. തമിഴ്നാട് വിരുദനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 23 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ തങ്കം തെന്നരസ്, കെ.എസ്.എസ്.ആർ. രാമചന്ദ്രൻ എന്നിവർ സംഭവസ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലും പൊട്ടിത്തെറിയുണ്ടായി. പോലീസുകാർ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. സാധാരണ പോലെ ജോലിക്ക് പോയവർ പെട്ടെന്ന് ഇല്ലാതായതിന്റെ ഞെട്ടലിലാണ് ആ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ. വിരുദനഗർ മെഡിക്കൽ കോളേജ് പരിസരത്ത് കൂട്ടത്തോടെ കാത്തു നിൽക്കുകയാണ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ ബന്ധുക്കൾ. அடையாளம் தெரியாம நாங்க துக்கத்துல இருக்கோம். நீங்க மாறி மாறி பிடிச்சிட்டு வந்தீங்கன்னா என்ன செய்ய? நாங்க எங்க வீட்டுடைய அக்கா அண்ணன் அடையாளம் தெரியாம நாங்க தேடிக்கிட்டு இருக்கோம். உள்ள விட மாட்டேது டிபார்ட்மெண்ட் போலீஸ். என்ன சொல்லிச்சு இல்ல, அடையாளம் தெரிஞ்சா தானே போகணும். கரிப்பு இருக்கு, எப்படி தெரியும் அடையாளம்? பெரிய சத்தத்தினால தான் வெடிச்சது. வீடு பக்கம் தான், நம்ம வீட்டு பக்கத்தில் தான். ஒரு கிலோமீட்டர் 2 கிலோமீட்டர். இன்னைக்கு மதியம் 3 மணிக்கு அடிச்சது. ஆள் 25 ஆள் நிறைய கொண்டு வந்திருக்காங்க. 23 இருக்குது உள்ள, மீதி ஆள் உள்ள இருக்காங்க. 8 பேர் அப்போதே வந்தவங்க. 2வது அடிச்சதுல ஒரு 10-20 பேர் நெருக்கி காயம். போலீஸ்காரங்க, ரெஸ்கியூ டீமு, சேஃப்டி ஆப்ரேட்டரு, ரேடியோ மைக் செட்டு கட்ட போனவங்க, அந்த லைட்டு கட்ட போனவங்க நிறைய பேருக்கு காயம். இப்போ 2வது. ஆமாம், அது எல்லாமே தெரிஞ்சவங்க தான், சொந்தக்காரங்க தான். நாங்கள் அன்றாடு சார் இந்த மாதிரி சாப்பிட்டு வேலைக்கு போனது தான். இந்த மாதிரி லாவல தான் நடந்து போச்சு. வேலை செஞ்ச இடத்துல சொந்தக்காரர் தான். ஆமாம், சொந்தக்காரர் தான். இந்த இருக்கிற இவங்க ஐயா, இவங்க அம்மா தான். ஆமாம், வாழ்வாதாரம் கொடுக்கணும். எங்களுக்கு அடுத்து எதாவது செஞ்சு கொடுக்கணும் கவர்மெண்ட். அம்மா அப்பா எதுவுமே இல்லை, அதனால அவங்க பதில் எனக்கு எதாவது செஞ்சு தரணும். தம்பி நல்லா படிக்க வைக்கணும். ரொம்ப கஷ்டமா இருக்கு. அம்மா அப்பா 2 பேர் இறந்துனாங்க. படிக்கணும் நல்லா. வெளியே போயிட்டு இருந்தாங்க. அவங்க சித்தின்னு வீட்டுக்காரோட அண்ணன் பசங்க 2 பேருமே, அவங்க அம்மா அப்பா 2 பேருமே പോയിട്ടാണ്. വിരുദനഗർ മെഡിക്കൽ കോളേജിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, പൊട്ടിത്തെറിയിൽ 23 മരണം. ആ കുട്ടിയുടെയൊന്നും പ്രതികരണം നമുക്ക് കേൾക്കുമ്പോൾ ഉള്ളു പിടയുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം? അനൂപ്, ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ് ഈ ആശുപത്രിയുടെ മുൻവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട അവരുടെയൊക്കെ ചേതനേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാനെങ്കിലും, തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണെങ്കിലും അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഈ ആളുകളൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനു മുൻപ് ആ കുട്ടിയുടെ പ്രതികരണം, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇന്നുണ്ടായ ഈ സ്ഫോടനത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. ആ കുട്ടിയുടെ സഹോദരിയാണ് അതിന് തൊട്ട് മുൻപ് സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും 23 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട വലിയൊരു ദുരന്തം തന്നെയാണ് വിരുദനഗറിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ 6 പേർക്ക് ഇനിയും പരിക്കേറ്റ് അവർ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇതേ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. രക്ഷാപ്രവർത്തനവും ഊർജിതമായി തന്നെ തുടരുകയാണ്. കാരണം ഇനി ആരെങ്കിലും അവിടെ കണ്ടെത്താൻ കഴിയാതെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും എയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ മറ്റ് സർക്കാർ വകുപ്പുകളുടെയും മേൽനോട്ടത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇതിനിടയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വെല്ലുവിളി കൂടി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഒരല്പം വൈകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ വിരുദനഗർ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ 19 മൃതദേഹങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ ബന്ധുക്കളാണ് ഈ ഇരിക്കുന്നത്. അവരുടെ അടയാളങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അവരെ തിരിച്ചറിഞ്ഞ് തുടർ നടപടികളിലേക്ക്, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക, അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. എന്തായാലും സങ്കടപ്പെടുത്തുന്ന കാഴ്ച തന്നെ ഇവിടെ കാണേണ്ടി വരുന്നു. അത് ഉള്ളുലയ്ക്കുന്നതാണ്. നമുക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നമുക്കും അവരുടെ അലമുറ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ തുളച്ചു കയറുകയാണ്. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധന അവിടെ നടക്കുന്നുണ്ട്. രാഹുൽ, ഒപ്പം തന്നെ ഇപ്പോഴും അവിടെ ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണല്ലോ. ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി, പോലീസുകാർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ ഇനി കുറച്ചുകൂടി ജാഗരൂകരായി ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ രക്ഷാപ്രവർത്തനം രാത്രിയും കണ്ടിന്യൂ ചെയ്തു പോകാൻ തന്നെയാണോ തീരുമാനം?
താൽക്കാലികമായിട്ട് നിലവിലെ രക്ഷാപ്രവർത്തനത്തിന് അവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അല്പസമയം മുമ്പുണ്ടായ സ്ഫോടനം അത് വീണ്ടും അത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ളൊരു നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് അങ്ങോട്ടേക്ക് കർശനമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ പുലർച്ചയോട് കൂടിയായിരിക്കാം ഒരുപക്ഷെ വീണ്ടും അവിടെ ഒരു പരിശോധന നടത്താൻ വേണ്ടി പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഫയർവർക്സ് വനജ ഫയർവർക്സ് പ്രവർത്തിച്ചിരുന്നത് നിയമവിരുദ്ധമായിട്ടല്ല എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇതിന്റെ നിർമ്മാണ പ്രവർത്തികളിൽ എന്തെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ടോ, ഈ ഘർഷണമുണ്ടായി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിൽ അശാസ്ത്രീയത സംഭവിച്ചിട്ടുണ്ടോ, ആളുകൾക്ക് എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അതിൽ വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് ഫോറൻസിക് വിഭാഗവും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ വിരുദ്ധനഗർ എസ്പിയുടെ നിർദ്ദേശപ്രകാരം 4 ടീമുകളായി തിരിഞ്ഞ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും എത്ര പേർ ഇവിടെ ജോലി ചെയ്തിരുന്നു അല്ലെങ്കിൽ എത്ര പേർ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അവസാന വ്യക്തത വരികയുള്ളൂ. നിലവിൽ എന്തായാലും 16 സ്ത്രീകളും 7 പുരുഷന്മാരുമാണ് ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു കണക്ക് മാത്രമാണ്. 23 പേരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടയിലും പൊട്ടിത്തെറി ഉണ്ടായി എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് പരിക്കേറ്റു. ഇപ്പോൾ താൽക്കാലികമായി രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. അത് രാവിലെ തന്നെ തുടരും എന്നുള്ള ഒരു വിവരം കൂടി രാഹുൽ വിജയൻ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. കൊടും ചൂടിനിടെ കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിൽ. വൈദ്യുതി ഉപഭോഗം 3-ാം ദിവസവും സർവകാല റെക്കോർഡിൽ. സ്വയം സൂക്ഷിച്ചില്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലവിൽ പവർ കട്ടിനെ കുറിച്ച് ആലോചനയില്ലെന്നും മന്ത്രി പറഞ്ഞു. 117.15 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 6033 മെഗാവാട്ടായി ഉയർന്നിട്ടുണ്ട്. പ്രതിദിന ഉപയോഗം 6300 മെഗാവാട്ടിലെത്തിയാൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് കെഎസ്ഇബിയുടെ ആലോചന. പവർ കട്ടോ നിയന്ത്രണമോ നിലവിൽ കെഎസ്ഇബി ഏർപ്പെടുത്തില്ല എന്നും ആളുകൾ സ്വയം നിയന്ത്രിക്കാൻ തയ്യാറാകണമെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പവർ കട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ ഗ്യാസിന്റെ പോയപ്പോൾ ഇഞ്ചക്ഷൻ കുക്കറും AC-യും വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നത് കൊണ്ട് ചെറിയൊരു നിയന്ത്രണം എല്ലാവരും കൊണ്ടുവന്നാൽ നമുക്കൊരു പ്രശ്നമില്ലാണ്ട് പോകും. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഓടുന്നേ ഉള്ളൂ. കൈ നോക്കിയത് രണ്ട് കളറായി ശ്രദ്ധിച്ചാൽ ഇതൊക്കെ തന്നെ അവസ്ഥ. ഇത് തന്നെ ഒരു ജീവിതമാർഗ്ഗമാണ്. ഓടിപ്പോകുന്നു, അത്രേ ഉള്ളൂ. വെളിയിൽ ഇറങ്ങാൻ ചെറിയ കൊച്ചു കുട്ടികൾ പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. നമുക്കേ പറ്റുന്നില്ല. ഒരുപാട് കുടിക്കാറുണ്ട്. നല്ല സ്പീഡാണ് കച്ചവടം. നല്ല ചൂടല്ല. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 14 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 2 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ന്യൂസ് ഡെസ്ക് 24. കൊടും ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴ. എറണാകുളം, കോട്ടയം, വയനാട് ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. വയനാട് മീനങ്ങാടിയിൽ മഴയ്ക്കൊപ്പം ആലിപ്പഴ വർഷവും ഉണ്ടായി. ശക്തമായ കാറ്റിൽ എറണാകുളം ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളുമുണ്ടായി. ചുട്ടുപൊള്ളുന്ന വേനലിനിടയിലാണ് തെല്ലുന്ന ആശ്വാസമായി മഴയെത്തിയത്. വയനാട് മീനങ്ങാടിയിൽ വേനൽ മഴയ്ക്കൊപ്പം ആലിപ്പഴ വർഷവും കൗതുകമായി. എന്നാൽ എറണാകുളത്ത് മഴയ്ക്കൊപ്പം എത്തിയ കാറ്റ് വില്ലനായി. രവിപുരത്തും ചളിക്കവട്ടത്തും റോഡിലേക്ക് മരം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടാക്കി. ആലുവയിൽ ശാസ്താക്ഷേത്രത്തിന് മുന്നിലെ 200 വർഷം പഴക്കമുള്ള ആൽമരം നിലം പതിച്ചു. സമീപത്തെ മില്ലുംപടിയിൽ കനത്ത കാറ്റിൽ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരുന്ന അലുമിനിയം ഷീറ്റ് പറന്നുപോയി. ആലുവ ചൊവ്വരയിൽ മരക്കൊമ്പുകൾ ഒടിഞ്ഞ് വാഹനങ്ങളുടെ മേൽ പതിച്ചെങ്കിലും ആളപായമുണ്ടായില്ല. മലയാറ്റൂർ, കാഞ്ഞൂർ, ശ്രീമൂലനഗരം, മാണിക്യമംഗലം, മൂവാറ്റുപുഴ മേഖലയിൽ വ്യാപക കൃഷിനാശമുണ്ടായിട്ടുണ്ട്. കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് കാറ്റിൽ ഷീറ്റ് പറന്നു വന്ന് പതിച്ചത് ആശങ്ക പരത്തി. അതിനിടെ ഇടക്കൊച്ചിയിൽ കാറ്റിൽ കൂറ്റൻ തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് പതിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. ഏറെ നേരത്തേക്ക് വൈദ്യുതിയുമില്ലായിരുന്നു. അഗ്നിരക്ഷാസേന മണിക്കൂറുകളെടുത്താണ് തെങ്ങ് മുറിച്ചു മാറ്റിയത്. കോട്ടയത്തിന്റെ മലയോര മേഖലയിലും ശക്തമായ മഴ ലഭിച്ചു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കല്ലുവയലിൽ മുസ്തഫയുടെ വീടിന്റെ തെങ്ങ് ഇടിമിന്നലേറ്റ് തീപിടിച്ചു. മുന്നാനക്കുഴിയിൽ മരം റോഡിന് കുറുകെ വീണ് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇറങ്ങേണ്ട ഇൻഡിഗോ വിമാനം കോയമ്പത്തൂരിൽ ഇറക്കി. ഏറെ നേരത്തിന് ശേഷമാണ് വിമാനം തിരിച്ച് കൊച്ചിയിലേക്ക് പറന്നിറങ്ങിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.
ഇനി തിരുവനന്തപുരത്തെ ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെട്ടയം മലമുകളിൽ കൂട്ടത്തൽ. BJP പ്രവർത്തകരും ഒരു വിഭാഗം നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസുകാർക്ക് മർദ്ദനമേറ്റു. പാർട്ടി പ്രവർത്തകയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം ഉണ്ടായത് ചോദ്യം ചെയ്തപ്പോൾ CPIM കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചെന്ന് BJP വട്ടിയൂർക്കാവ് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു. മദ്യപിച്ച് ലക്കുകെട്ട മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഈ നമ്മുടെ ആൾക്കാർക്ക് നേരെ BJP പ്രവർത്തകർക്ക് നേരെ ആക്രോശം നടത്തിക്കൊണ്ട് പാഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലം അവരുടെ പ്രവർത്തകനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞ പശ്ചാത്തലം. കേസ് നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ ഭാര്യയെ നഗ്നതാ പ്രദർശനം നടത്തുന്നതാണ് കേസ്. സംഘർഷമാണ്. ആ സംഘർഷത്തെ പൂർണ്ണമായിട്ടും ആളിക്കത്തിച്ചത് പോലീസാണ്. പോലീസ് വട്ടിയൂർക്കാവ് സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. ഞങ്ങൾക്ക് നേരെ മൃഗീയമായിട്ടുള്ള ലാത്തി ചാർജാണ് വട്ടിയൂർക്കാവ് സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചെയ്തത്. കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കത്തെ രാഷ്ട്രീയവൽക്കരിച്ചെന്ന മർദ്ദനമേറ്റയാൾ പ്രതികരിച്ചു. മർദ്ദനമേറ്റു ഇത് രാഷ്ട്രീയ ഇതല്ല, പക്ഷേ ഇത് സംഭവിച്ചത് ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരുന്നു. നമ്മളെ ഫാമിലി സംബന്ധിച്ച കാര്യമായിരുന്നു. ഒരു മരത്തിന്റെ പ്രശ്നമായിരുന്നു. അതിപ്പോ നാട്ടുകാരെ എല്ലാം ഇടപെട്ട് ആ ഒരു ഇതിനാണ് ഇപ്പോൾ പോയത്. അതായത് ഈ പുള്ളി BJP പ്രവർത്തകനാണ്. അപ്പോൾ ഈ പുള്ളിക്കാരന് BJP ആയിട്ട് നല്ല ഒരു ഇതായിരുന്നു. അത് എൻ്റെ ഭാഗത്ത് വേറെ തെറ്റില്ലാത്തതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയതാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷം മുന്നേ ആയിട്ട് നമുക്ക് മരത്തിന് ഒരു അതിർത്തിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴത് ആ സമയത്ത് കളഞ്ഞു നമ്മൾ. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് മേഘ്ന മുരളി ഉണ്ട്. മേഘ്ന, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് രാഷ്ട്രീയപരമായാണ് BJP നമ്മളോട് പ്രതികരിച്ചത്. എന്നാൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയല്ല. അതൊരു കുടുംബത്തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്ന് പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിലവിൽ ഇതൊരു രാഷ്ട്രീയ സംഘർഷമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഒരു നാട്ടുകാരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും തമ്മിൽ സംഘം ചേർന്ന് ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. പോലീസിന്റെയും ഒരു ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസും പറയുന്നത് പ്രാദേശിക വിഷയമെന്ന് തന്നെയാണ്. അതിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ 2 സംഘമായി ചേർന്ന് ഈ നെട്ടയം മലമുകൾ എന്ന് പറയുന്ന പ്രദേശത്ത് കൂട്ടം കൂടി 6 മണി മുതൽ മണിക്കൂറുകളോളം നീളം ആക്രമിക്കുകയായിരുന്നു പരസ്പരം എന്നുള്ളതാണ്. ഈ സംഘർഷം തടയാനെത്തിയ പോലീസുകാർക്ക് നേരെയും ഈ കല്ലുകൾ കൊണ്ടും മറ്റും ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പോലീസുകാരന്റെ തല പൊട്ടി ചോരയൊലിക്കുന്നതടക്കം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതിൽ 2 വശങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൽ BJP പ്രവർത്തകർ പറയുന്നത് ഒരു മലമുകളിലെ പ്രദേശിയായിട്ട് ഒരു യുവാവ് നഗ്നതാ പ്രദർശനം നടത്തി. അത് ചോദ്യം ചെയ്യാനാണ് BJP പ്രവർത്തകർ എത്തിയത് എന്നുള്ളതാണ്. അത് കേസ് കൊടുക്കാൻ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കേസ് എടുത്തില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ BJP ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ സംഘർഷമല്ല, മറിച്ച് അതിൽ ഒരു യുവാവിനെ ഒരു കാരണവുമില്ലാതെ മർദ്ദിക്കുന്നു, അതാണ് ഒരു സംഘർഷത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്യാനാണ് ഈ CPM കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. തീർച്ചയായും ഇപ്പോൾ BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. അതിൽ പറയുന്നത് BJP പ്രവർത്തകരുടെ ആരോപണം എന്ന് പറയുന്നത് അകാരണമായി പോലീസ് ലാത്തിച്ചാർജ് നടത്തി എന്നുള്ളതാണ്. അതായത് ഈ സംഘർഷ സാഹചര്യം അയവ് വരുത്താൻ എത്തിയ പോലീസ് ലാത്തിച്ചാർജ് BJP പ്രവർത്തകർക്ക് നേരെ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ഈ നഗ്നത പ്രദർശനം നടത്തി എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ രാവിലെ തന്നെ നൽകിയിട്ടും കേസെടുക്കാനോ FIR ഇടാനോ തയ്യാറായില്ല എന്നുള്ള കാര്യം കൂടി BJP ആരോപിക്കുന്നുണ്ട്. അതിനു പിന്നാലെയാണ് വലിയൊരു കൂട്ടം BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നിലവിൽ മാർച്ച് നടത്തുന്നത്. ഈ മാർച്ചിന്റെ കാര്യം എന്ന് പറയുന്നതും ഇതിലൊരു അസാധാരണമായിട്ടുള്ള വിഷയങ്ങൾക്ക് കാരണം, കൂടാതെ ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് പോലീസാണ്. ഈ പോലീസ് സംഘർഷം ഉണ്ടായപ്പോൾ അത് അയവ് വരുത്താനല്ല, മറിച്ച് ആ ഒരു സംഘർഷ സാഹചര്യം കൂടുതൽ വഷളാക്കാനാണ് പോലീസ് ശ്രമിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രാദേശിക വിഷയം മാത്രമാണ് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു പ്രാദേശികമായി അതിർത്തി തർക്കം, അതുപോലെ തന്നെ മരത്തിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ, നേരത്തെ സംഘർഷത്തിൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച്, ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കൃത്യമായി രാഷ്ട്രീയപരമായ സംഘർഷമായിരുന്നു എന്ന് BJP പറയുമ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഒരു കുടുംബത്തർക്കത്തിൽ തുടങ്ങി അതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോയതാണ് എന്നാണ് ഈ മർദ്ദനമേറ്റയാളടക്കം പറയുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാർച്ചിന്റെ. നെട്ടയത്തെ കൂട്ടത്തലിന് പുറകെ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് BJPയുടെ മാർച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഒരു സംഘർഷ സാധ്യത, നേരത്തെ ശക്തമായ ഒരു സംഘർഷ സാധ്യത കൂട്ടത്തലിലേക്ക് തന്നെ പോയിരുന്നു. പോലീസുകാർക്കടക്കം മർദ്ദനമേറ്റിരുന്നു. ഇപ്പോൾ BJPയുടെ
മാർച്ചാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകർക്ക് നേരെ നഗ്നതാ പ്രദർശനം ഉണ്ടായി എന്നതാണ് BJP ആരോപിക്കുന്നത്. CPIM കോൺഗ്രസ് പ്രവർത്തകർ അത് അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഈ ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ സംഘർഷത്തിലേക്ക് പോയത് എന്ന് BJP ആരോപിക്കുമ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കത്തെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നാണ് മർദ്ദനമേറ്റയാൾ പറയുന്നത്. മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, അവിടെ പ്രതിഷേധം ശക്തമാണോ? പ്രതിഷേധം ഇപ്പോഴും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ തുടരുകയാണ്. കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ BJP പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. അത് നെട്ടയം മലമുകൾ പ്രദേശത്തെ പ്രാദേശിക BJP പ്രവർത്തകരടക്കമാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തുകയും പോലീസ് നേരെ ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസ് അകാരണമായി ലാത്തി ചാർജ് നടത്തി എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു പരാതി, പ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ പരാതി രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നൽകിയെങ്കിലും കേസെടുക്കാനടക്കം തയ്യാറായില്ല. അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് BJP പ്രവർത്തകർ പറയുന്നത്. ഇങ്ങനെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നാണ് ഇപ്പോൾ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. അതായത് ഈ സംഘർഷം അയവ് വരുത്താൻ എത്തിയ പോലീസ് അതിന് ശ്രമിച്ചില്ല, മറിച്ച് കള്ളക്കേസുകൾ എടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സംഘർഷ സാഹചര്യം കൂടുതൽ വഷളാകാനുള്ള കാരണം പോലീസിന്റെ ഇടപെടലാണ് എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു വശത്ത് പോലീസിന്റെ തലപൊട്ടി ചോരയൊലിക്കുന്നതടക്കം ദൃശ്യങ്ങൾ കണ്ടതാണ്. അത് CPM പ്രവർത്തകരും DYFI പ്രവർത്തകരുമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത്. പോലീസിന്റെ തല തല്ലി പൊട്ടിച്ചത് DYFI പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഈ BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ CPM-ഉം കോൺഗ്രസും സംഘടിച്ചെത്തിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. നാട്ടുകാരും BJP പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമായിരുന്നില്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. CPM-ഉം കോൺഗ്രസും സംഘടിച്ചെത്തി മറ്റൊരു സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു, ഒരു കൂട്ടത്തല്ലിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. അതിൽ ഇവരുടെ വിശദീകരണം എന്താണ് നിങ്ങളുടെ പ്രതിഷേധത്തിന് കാരണം? അത് ഇവിടുത്തെ വട്ടിയൂർക്കാവ് CI BJP പ്രവർത്തകരെ മനഃപൂർവ്വമായി തെരഞ്ഞെടുപ്പിച്ച് മർദ്ദിക്കുന്നതിനുള്ള ഓരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ട് അദ്ദേഹം തന്നെ മനഃപൂർവ്വം മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഇലക്ഷന് മുമ്പായിട്ട് തന്നെ നിരവധി തവണ പോലീസ് പാർട്ടിയുടെ വണ്ടികൾ പിടിച്ചെടുക്കാൻ, പ്രചരണ വണ്ടികൾ പിടിച്ചെടുക്കാൻ, അത്തരത്തിലുള്ള നിരവധി ഉപദ്രവങ്ങൾ പാർട്ടിക്ക് നേരെ നടത്തിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമാണെന്നാണോ BJP പറയുന്നത്? രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയമാണ്. അതിൽ നാട്ടുകാർ പറയുന്നത് അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, വ്യക്തിപരമായിട്ട് അതിർത്തി തർക്കമാണ് എന്നൊക്കെയാണ്. ഇല്ല, അങ്ങനെ രാഷ്ട്രീയ ഈ ഇലക്ഷന് മുമ്പേ ഉണ്ടല്ലോ, ഇലക്ഷന് മുമ്പുള്ളത് പിന്നെ ഇങ്ങനെ നാട്ടുകാർക്ക് അത് അറിയാൻ പറ്റും. ഇപ്പം ഇലക്ഷന് മുമ്പേ പാർട്ടിയുടെ പ്രചരണ വണ്ടികൾ പലതവണ പിടിച്ചെടുക്കുകയും അടുത്ത നടന്ന ഉത്സവങ്ങളിൽ സംഘർഷത്തിന് പിന്നാലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP-യുടെ മാർച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. നെട്ടയം മലമുകളിൽ കൂട്ടത്തല്ല്, അതിനു പിന്നാലെ BJP പ്രവർത്തകർ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ്. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് BJP പ്രവർത്തകർ. BJP പ്രവർത്തകർ ആരോപിക്കുന്നത് CPIM കോൺഗ്രസ് പ്രവർത്തകർ BJP പ്രവർത്തകയോട് നഗ്നതാ പ്രദർശനം കാണിച്ചു, അത് നടത്തി. അതിന് പിന്നാലെ അവിടെ സംഘർഷമുണ്ടായി എന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കത്തെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നാണ് ഈ മർദ്ദനമേറ്റയാൾ പറയുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. മേഘ്ന മുരളി വിവരങ്ങളുമായുണ്ട്. മേഘ്ന, അവിടെ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്, അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് കാണുന്നുണ്ട്, സ്ത്രീകളടക്കമുണ്ടല്ലേ? അതിലിപ്പോഴും
ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും BJP പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. CPM-ഉം കോൺഗ്രസും സംഘടിതമായി എത്തി BJP പ്രവർത്തകരെ ആക്രമിച്ചു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രതികരണം അടക്കം കേൾക്കുന്നത് അത് ഇലക്ഷന് മുന്നേ തന്നെ, തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ BJP-യെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുന്നത് എന്നുള്ളതാണ് BJP പ്രവർത്തകർ പറയുന്നത്. പക്ഷേ അത് നാട്ടുകാർ നിഷേധിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പ്രതികരണം അടക്കം എത്തിയപ്പോൾ CPM കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിച്ചതാണ്. അവർ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘർഷമല്ല, പ്രാദേശിക വിഷയമാണ്, ഒരു അതിർത്തി തർക്കമായിരുന്നു. ഈ അതിർത്തി തർക്കമാണ് പിന്നീട് പ്രശ്നത്തിലേക്ക് പോയത് എന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ കൂടുതൽ BJP പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ചേട്ടാ, എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണം? ഈ പ്രതിഷേധം വെച്ചാൽ ഇവിടുത്തെ CA പ്രത്യേകിച്ച് RSS BJP-ക്കാരെ ഉത്തരവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ വീട്ടിൽ കയറി അടിക്കുക, ഇവർ കമ്മ്യൂണിസ്റ്റുകാർ പറയണ കംപ്ലീറ്റ് ഇവർ കേട്ടുകൊണ്ട് നമ്മളെ പ്രവർത്തിക്കുക. ഇതാണ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പോലീസിന് നേരെ വലിയൊരു വിമർശനം ഇവിടെ BJP പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അകാരണമായി ലാത്തിച്ചാർജ് നടത്തി ഈ സംഘർഷ സാഹചര്യം അയവ് വരുത്താനല്ല പോലീസ് ശ്രമിച്ചത്, BJP-ക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു എന്ന കാര്യങ്ങളടക്കമാണ് പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുകയാണ്. അതിൽ വലിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. ആ സംഘർഷങ്ങൾക്കൊടുവിൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത്. അവിടെ BJP പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.